بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ അടിസ്ഥാനമായി നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ, അതിലൊരു വലിയ പ്രധാനപ്പെട്ട ഭാഗമാണ് ദീർഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദീർഘത്തിൻ്റെ ഇനങ്ങൾ. ഇതിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് മദ് ത്വബീഇയായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായി സാമാന്യമായ നിലക്ക് നൽകപ്പെടുന്ന ദീർഘങ്ങൾ എന്ന് വെച്ചാൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നൽകപ്പെടുന്ന ദീർഘം. അതിൽ അനുബന്ധമായി വരുന്നതാണ് മദ്ദുൽ ബദൽ, മദ്ദുൽ ഇവദ് തുടങ്ങിയ ദീർഘങ്ങൾ. ഈ 2 ദീർഘങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനിയും ത്വബീഇയായി തന്നെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നൽകപ്പെടുന്ന മറ്റു ദീർഘങ്ങളെക്കുറിച്ച്, ചില ദീർഘത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ഇൻഷാ അല്ലാഹ്. ജായിസായ നിലക്കും ഒക്കെ നൽകപ്പെടുന്ന ദീർഘങ്ങൾ. അവസാനമായി തൻവീൻ ബിൻ നസ്ബ് തൻവീൻ നൽകി വഖഫ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ കൈഫിയ, അതിൻ്റെ രൂപം, ഇതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ ഉദാഹരണ സഹിതം തന്നെ മനസ്സിലാക്കി. ഹ ഉത്തനീസ് അല്ലെങ്കിൽ ത മർബൂത്ത, ത ഉത്തനീസ് എന്നൊക്കെ പറയപ്പെടുന്ന നാമങ്ങളിലെ തായിൽ വഖഫ് ചെയ്യുമ്പോഴും ഹംസയിൽ വഖഫ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹംസയിലാകുമ്പോൾ ശരിയായ ഇവദ് തന്നെ കൊടുത്തുകൊണ്ടും, ഹായിൽ തഅനീസ് ആണെങ്കിൽ അതിന് സുക്കൂൻ നൽകപ്പെട്ട ഹ ആക്കിക്കൊണ്ടും വഖഫ് ചെയ്യണം. ഇതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഭാഗമാണ് അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ എന്ന് വെച്ചാൽ هو أن يأتي حرف المد آخر الكلمة الأولى وهمزة القطع في أول الكلمة التي تليها. മുൻഫസിലായ ജായിസായ ദീർഘം. മുൻഫസിൽ എന്ന വേർപിരിഞ്ഞത് എന്നർത്ഥം. ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായത് എന്നും അർത്ഥം. അതാകട്ടെ അൻ യഅ്തിയ ഹർഫുൽ മദ്ദി, ദീർഘാക്ഷരം വരലാണ്, ആഖിറൽ കലിമത്തിൽ ഊല, ആദ്യത്തെ പദത്തിൻ്റെ അന്ത്യത്തിൽ. അപ്പോൾ ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരം ഹർഫുൽ മദ്ദായിരിക്കും എന്നർത്ഥം. വഹംസത്തുൽ ഖത്അ, ഹംസത്തുൽ ഖത്അ വരികയും വേണം. ഫി അവ്വലിൽ കലിമ, ഒരു അല്ലതി തലിഹ, അതിൻ്റെ തുടരെയായി വരുന്ന, തൊട്ടു പിന്നാലെ അടുത്തതായി വരുന്ന കലിമത്തിൻ്റെ ആദ്യാക്ഷരമായിക്കൊണ്ട്, ആരംഭത്തിലായിക്കൊണ്ട് ഹംസത്തുൽ ഖത്അ വരികയും വേണം. അതെന്താ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞ്? അപ്പോൾ ഹംസത്തുൽ ഖത്അ അല്ലാതെ പിന്നെ ഏതാ? ഹംസത്തുൽ വസ്ലല്ലേ പിന്നെ ഉള്ളത്? ഹംസകൾ 2 എണ്ണമാണ്. ഒന്നുകിൽ ഹംസത്തുൽ ഖത്അ അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ൽ അല്ലേ? ഉലുൽ അസ്ം എന്ന് പറയാം, ഉലൂ അല്ലെങ്കിൽ ഉലുൽ അൽബാബ് എന്നൊക്കെ പറയുക. ഉദാഹരണം, ഉലൂ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ലാണ് വന്നിരിക്കുന്നത്, അൽ എന്നതിലുള്ള ഹംസത്തുൽ വസ്ൽ. അപ്പം എന്താ അവിടെ
ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിക്കുന്നു, ഹംസത്തുൽ വസ്ലിനെ സ്വാഭാവികമായും കളയണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഹംസത്തുൽ ഖത്അ എന്ന് തന്നെ വേർതിരിച്ച് പറഞ്ഞത്. ഹംസത്തുൽ വസ്ല് വരുമ്പോൾ ഹംസത്തുൽ വസ്ല് ചേർക്കപ്പെടും, പാരായണത്തിൽ ഒഴിവാക്കപ്പെടും. അല്ലെങ്കിൽ സിലയുടെ ശേഷം ലഹു അൽ മുൽക്കു, ലഹുൽ മുൽക്കു എന്ന് പറയും. അവിടെയൊക്കെ ഹംസത്തുൽ വസ്ല് വരുന്നു, അതില്ലാതായി പോകുന്നു. എന്നാൽ ഹംസത്തുൽ ഖത്അ എപ്പോഴും ഉച്ചാരണത്തിൽ നിലനിൽക്കുന്നതായ ഹംസ, ചുരുക്കി പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അന്ത്യത്തിൽ ദീർഘാക്ഷരവും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയും വരിക. ആ ഹംസ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ ഖത്അ ആണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ദീർഘത്തിനാണ് അൽ മദ്ദുൽ മുൻഫസിൽ ജായിസ് അല്ലെങ്കിൽ അൽ മദ്ദുൽ ജായിസ് അൽ മുൻഫസിൽ എന്ന് പേര് പറയുക. ബിമാ ഉൻസില അല്ലേ, അവിടെ ബിമാ ഉൻസില. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബിമാ ഒരു പദത്തിന്റെ അന്ത്യത്തിൽ അലിഫ് വന്നിരിക്കുന്നു, ദീർഘാക്ഷരം ഹർഫുൽ മദ്. ഉൻസില എന്ന അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസത്തുൽ ഖത്അ വന്നിരിക്കുന്നു. ഖാലൂ ആമന്ന, ഖാലൂ പദത്തിന്റെ അന്ത്യത്തിൽ ദീർഘാക്ഷരമായ വാവ് വന്നിരിക്കുന്നു. ഉച്ചാരണത്തിലുള്ള അക്ഷരത്തെ മാത്രമാണ് നമ്മൾ പരിഗണിക്കുക, എഴുത്തിലുള്ളതിനെ പരിഗണിക്കുകയില്ല. വാവുൽ ജമാഅ എന്നാണ് വ്യാകരണത്തിൽ ഈ വാവിനെ പറയുക, ജംഇന്റെ വാവ്. അതിനുശേഷം എന്തെഴുതും? ഒരു അലിഫ് വെറുതെ എഴുതും. അത് ഭാഷയുടെ അടിസ്ഥാന നിയമമാണ്. ആ അലിഫിനെ നമ്മൾ ഉച്ചാരണത്തിൽ അല്പം പോലും പരിഗണിക്കണ്ട. നമ്മൾ പരിഗണിക്കേണ്ടത് ശബ്ദിക്കുന്ന ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ മാത്രമാണ്. ഇവിടെ ദീർഘാക്ഷരമായ വാവിന് ശേഷം ഉച്ചരിക്കുന്നത് ആമന്ന എന്ന അടുത്ത പദത്തിലെ ആദ്യത്തിലുള്ള ആരംഭത്തിലുള്ള ഹംസയാണ്. അപ്പോൾ ഇവിടെ മുൻഫസിലായ ദീർഘം. വഫീ അൻഫുസികും, വഫീ ഇവിടെ ദീർഘാക്ഷരമായ യാഇന് ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിലായി ഹംസ വന്നിരിക്കുന്നു, ഹംസത്തുൽ ഖത്അ. ഇവിടെയും യാഇനെ മുൻഫസിലായ ദീർഘം നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. ഇനി ഇതിന് നൽകിയ പേരാണ് അൽ മദ്ദുൽ മുൻഫസിൽ അൽ ജായിസ് അല്ലെങ്കിൽ അൽ ജായിസുൽ മുൻഫസിൽ. ജായിസ് എന്ന് എന്തിന് ഇതിന് പറയുന്നു? വയുഖാലു ലഹു അൽ മദ്ദുൽ ജായിസ് ലിഖ്തിലാഫിൽ ഖുറാഇ ഫി മദ്ദിഹി വഖസ്രിഹി. ഈ ദീർഘത്തെ ദീർഘിപ്പിക്കുകയോ മദ് ചെയ്യുകയോ ഖസ്റ് ചെയ്യുകയോ എന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിൽ ഖുറാഇകൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. നമ്മുടെ വീക്ഷണം ഒന്നുകിൽ മദ് നൽകുക അല്ലെങ്കിൽ ഖസ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ അടിസ്ഥാനമായി അറിയേണ്ടത്. എന്നാൽ വയുമദ്ദു ഫി റിവായത്തി ഹഫ്സ് മിന ഷാത്തിബിയ്യ, ഷാത്തിബിയ്യ ത്വരീഖ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓതുന്നത് ഹഫ്സിന്റെ റിവായത്ത് പ്രകാരമാണ്. റിവായത്തു ഹഫ്സിൻ അൻ ആസിം റഹിമഹുമല്ലാഹ് മിൻ ത്വരീഖ് ഷാത്തിബിയ്യ, ഷാത്തിബിയ്യ ത്വരീഖ് പ്രകാരമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. വേറെയും തുറുക്കുകളുണ്ട് റിവായത്ത് ഹഫ്സിന്, വേറെയും തുറുക്കുകൾ റിവായത്ത് ഹഫ്സിനുണ്ട്. ഈ റിവായത്ത് പ്രകാരം യുമദ്ദു ബിമിഖ്ദാരി അർബഅ ഔ ഖംസ് ഹറകാത്ത്, 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ഈ ദീർഘം നൽകപ്പെടുന്നതാണ് എന്നർത്ഥം. ഇതാണ് മദ് മുൻഫസിലുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഈ ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ്. എന്നാൽ ദീർഘം നൽകുന്നില്ലെങ്കിൽ എല്ലാ ദീർഘങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. അങ്ങനെ ദീർഘം തീരെ നൽകാതെ പാരായണം ചെയ്യുന്ന ത്വരീഖും റിവായത്ത് ഹഫ്സിനുണ്ട്. അവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നതാണ്. ചില പദങ്ങൾ, അതുപോലെ സക്ത് ഒഴിവാക്കുക, വഖീല മർറാഖ്, ബർറാന തുടങ്ങിയ
രീതി. പക്ഷേ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മൾ റിവായത്ത് ഹഫ്സിൽ നമ്മൾ പഠിച്ചു വരുന്ന തരീഖ് അനുസരിച്ച് നമ്മൾ ഓതി വരുന്ന നമ്മുടെ മുമ്പിൽ എഴുതപ്പെട്ട മുസ്ഹാഫിൻ്റെ ആ തരീഖ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമതായി കുതിബത് യാ അല്ലത്തി ലിന്നിദാഇ, നിദാഇന് വേണ്ടിയുള്ള വിളിക്കുവാൻ ഉപയോഗിക്കുന്ന യാ, അതുപോലെ ഹ ലിത്തംബീഹ് ഉണർത്തുവാനായിട്ടുള്ള ഹ, ഇതൊക്കെ ഫിൽ മുസ്ഹാഫ് അഷ്ശരീഫ് പരിശുദ്ധ മുസ്ഹാഫിൽ എഴുതപ്പെട്ടിട്ടുള്ളത് മഹ്ദൂഫത്തൽ അലിഫി മൗസൂലതൻ ബിമാ ബഅദഹ, അലിഫ് ഒഴിവാക്കിക്കൊണ്ടും ശേഷമുള്ളതിനോട് ചേർത്തുകൊണ്ടുമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഏതുപോലെ യാ അയ്യുഹ, യാ ഉലി, ഹാ അൻതും, ഹാ ഉലാഇ. ഇതിൽ യാ ഹാ എന്നീ ദീർഘങ്ങൾ മുൻഫസിലായ ദീർഘങ്ങളാണ്. വൽമദ്ദു ഫീ ഹാദിഹിൽ കലിമാതി വമാ മിസ്ലഹ, ഈ പദങ്ങളിലും ഇതുപോലുള്ള വേറെ പദങ്ങളിലും കാണപ്പെടുന്ന ദീർഘം മദ്ദുൻ മുൻഫസിൽ, മുൻഫസിലായ ദീർഘമാണ്. വലൈസ മദ്ദൻ മുത്തസില, അത് മുത്തസിലായ ദീർഘമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ അറിയണം. യാ അയ്യുഹ എന്നത് രണ്ട് പദമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നതാണ്. ഹാ അൻതും രണ്ട് പദമായി പരിഗണിക്കപ്പെടുന്നതാണ്. ഹാ ഉലാഇ, ഇതിൽ ഹാ എന്നത് ഒരു പദവും ഉലാഇ എന്നത് മറ്റൊരു പദവുമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഈ കാര്യങ്ങൾ മദ് മുൻഫസിൽ ജായിസ് അല്ലെങ്കിൽ അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിലുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറ. കൂടുതൽ അറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ രീതിയിൽ ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി